നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അമർ ജവാൻ ജ്യോതി ലയിപ്പിച്ചതിന് പിന്നാലെ റിപ്പബ്ലിക് ദിന പരേഡിലും മാറ്റം വരുത്തുകയാണ് കേന്ദ്ര സർക്കാർ. മഹാത്മാഗാന്ധിക്ക് പ്രിയപ്പെട്ടതായിരുന്ന എബൈഡ് വിത്ത് മീ എന്ന ഗാനം ബീറ്റിംഗ് ദ റിട്രീറ്റിൽ നിന്ന് ഒഴിവാക്കി. ദേശീയത ഉയർത്തി ഇതിന് കേന്ദ്രം വിശദീകരണം നൽകുമ്പോഴും എതിർപ്പുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ജനുവരി 29 നടത്തുന്ന ചടങ്ങാണ് ബീറ്റിംഗ് ദ റിട്രീറ്റ്. 2021 വരെ ബീറ്റിംഗ് ദ റിട്രീറ്റിൽ ഉപയോഗിക്കുന്ന 26 അകമ്പടി ഗാനങ്ങളുടെ പട്ടികയിൽ മഹാത്മാഗാന്ധിയുടെ പ്രിയ ഗാനമായ എബൈഡ് വിത്ത് മീയും ഉണ്ടായിരുന്നു. സ്കോട്ടിഷ് ആംഗ്ലിക്കൻ കവി ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് 1847 എഴുതിയ ഗാനമാണ് എബൈഡ് വിത്ത് മീ. ഇത്തവണ ഈ ഗാനം പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ആയിരത്തി 1950 മുതൽ എല്ലാ വർഷവും ബീറ്റിംഗ് ദ റിട്രീറ്റിൽ എബൈഡ് വിത്ത് മീ കേൾപ്പിച്ചിരുന്നു. 2020 ഈ ഗാനം ബീറ്റിംഗ് ദ റിട്രീറ്റിൽ കേൾപ്പിച്ചിരുന്നില്ല. അന്നത് വലിയ വിവാദമായിരുന്നു. ഇതോടെ 2021 ഗാനം വീണ്ടും ഉൾപ്പെടുത്തി. ഇപ്പോൾ ഇതാ 2022 26 ഗാനങ്ങളുടെ പട്ടികയിൽ പോലും എബൈഡ് വിത്ത് മീ ഇല്ല. എബൈഡ് വിത്ത് മീ ഒഴിവാക്കാനുള്ള തീരുമാനം അതിനാൽ അപ്രതീക്ഷിതമെന്ന് പറഞ്ഞുകൂടാ. അമർ ജവാൻ ജ്യോതിയുടേതുപോലെ എബൈഡ് വിത്ത് മീയും പതിയെ ഒഴിവാക്കപ്പെടുകയായിരുന്നു. കവി പ്രദീപ് രചിച്ച് സി രാമചന്ദ്ര ഈണം നൽകി ലതാ മങ്കേഷ്കർ ആലപിച്ച യേ മേരെ വതൻ കെ ലോകം എന്ന ഗാനമാണ് ഇത്തവണ ബീറ്റിംഗ് ദ റിട്രീറ്റിൽ ഇടം പിടിച്ചത്. ബീറ്റിംഗ് ദ റിട്രീറ്റിൽ വായിക്കേണ്ട ഈണങ്ങൾ തെരഞ്ഞെടുക്കുന്നത് പ്രിൻസിപ്പൽ പേഴ്സണൽ ഓഫീസേഴ്സ് കമ്മിറ്റിയാണ്. വിവിധ ദേശീയ മിലിറ്ററി ചടങ്ങുകളുടെ അവസാനം ആലപിക്കാൻ സാധിക്കുന്ന ഹിന്ദി വരികളോടുകൂടിയ പുതിയ ഈണത്തിനു വേണ്ടി ആർമി സെറിമോണിയൽ വെൽഫെയർ അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ കഴിഞ്ഞ ജൂലൈയിൽ അപേക്ഷ ക്ഷണിച്ചിരുന്നു. നിലവിൽ സൈനിക ബാൻഡുകൾ ഉപയോഗിക്കുന്നതുൾപ്പെടെ 6 ഈണങ്ങൾ ഇതിലേക്കായി ലഭിച്ചു. ഒടുവിൽ യേ മേരെ വതൻ കെ ലോകം തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഫാൻഫെയർ ബൈ ബ്യൂഗ്ലേഴ്സ് എന്ന ഈണത്തോടെയാണ് ബാൻഡുകളുടെ പ്രവേശനം. വീർ സൈനിക് ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ പിന്നാലെ എത്തും. എൻ മാധവൻ നായർ ചിട്ടപ്പെടുത്തിയ കേരള എന്ന ഈണം ആർമി ബാൻഡിന്റെ ക്വിക്ക് മാർച്ചിലുണ്ട്. ചടങ്ങുകളുടെ അവസാനമായാണ് യേ മേരെ വതൻ കെ ലോകവും അവതരിപ്പിച്ചത്. രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം മടങ്ങുമ്പോൾ സാരേ ജഹാൻ സെ അച്ഛ എന്ന ഗാനമാണ് വായിച്ചത്. ചരിത്രത്തെ ഒന്നൊന്നായി BJP മാറ്റി എഴുതുകയാണെന്ന വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. അമർ ജവാൻ ജ്യോതി ലയിപ്പിച്ചതിനെതിരായ പ്രതിഷേധം കെട്ടടങ്ങാതിരിക്കുമ്പോഴാണ് എബൈഡ് വിത്ത് മീ വിവാദം തലപൊക്കുന്നത്. I think we have to understand that there is a political exercise at work here to somehow show
that it is this government that is somehow restoring the glory of previous leaders. I'm very concerned about this because the Amar Jawan Jyoti was actually lit for the first time after the Bangladesh war, where so many major sacrifices had been made by our soldiers who essentially redrew the map of the subcontinent. And that is now something that has been sanctified by 50 years of honoring it, respecting it, praying before it, saluting it. You don't destroy what is eternal merely because of the whims of the government of the day. എബൈഡ് വിത്ത് മീ എന്ന ഗാനത്തിന് അധിനിവേശ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുണ്ടെന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചേർത്ത് വായിക്കാനാവുക എ മേരെ വതൻ കെ ലോകം എന്ന ഗാനമായിരിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. എബൈഡ് വിത്ത് മീ എന്ന ഗാനം വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് മനസ്സിലാക്കാനാവുക. എന്നാൽ ലതാ മങ്കേഷ്കറുടെ സ്വരത്തിൽ പുറത്തിറങ്ങിയ എ മേരെ വതൻ കെ ലോകം എന്ന ഗാനത്തിന് കൂടുതൽ അർത്ഥതലങ്ങളുണ്ടെന്നും അവർ വിശദീകരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ദേശഭക്തി നിറയ്ക്കുന്ന ഗാനം കൂടിയാണിത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ നൽകിയ മുഴുവൻ സൈനികർക്കും ബഹുമാനം നൽകുന്നതാണ് ഈ ഗാനമെന്ന് വിശദീകരിക്കാനും കേന്ദ്ര സർക്കാർ മറന്നില്ല. ये दुर्भाग्य रहा कि आजादी के बाद देश की संस्कृति और संस्कारों के साथ ही अनेक महान व्यक्तित्वों के योगदान को मिटाने का काम किया गया. 1963 ജനുവരി 27-ന് ദേശീയ പ്രതിരോധ ഫണ്ട് സമാഹരിക്കാനായി നടത്തിയ പരിപാടിയിൽ ലതാ മങ്കേഷ്കർ എ മേരെ വതൻ കെ ലോകം എന്ന ഗാനം ആലപിച്ചിരുന്നു. അന്ന് സദസ്സിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ ഗാനം കേട്ട് ഈറനണിഞ്ഞു എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സത്യമാണ്. ചൈനയിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങിയതിൽ പഴികേട്ടിരുന്ന നെഹ്റുവിനെ ഈ ഗാനം ഏറെ സ്വാധീനിച്ചിരുന്നു എന്ന സത്യവും മറച്ചുവെക്കാനാകില്ല. കേരളത്തിൽ മുറുക്കാൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ മഹാരാഷ്ട്ര മുതൽ ഇത് പാനാണ്. പാൻ പലതരത്തിലുണ്ട്. ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ലഭ്യവുമാണ്. എന്നാൽ ഇവയിൽ ചിലതിന്റെ വില കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. गोल्ड का कारीगरी होता है वो बनता है और एडिबल होता है, वो आप खा सकते हो. फिर उसके अंदर हनी होता है, ज़ाफ़रान होता है, वो भी स्पेनिश ज़ाफ़रान होता है. और उसके अंदर यस वो इंपोर्ट कराते हैं. शिलाजीत होता है, वो भी हिमालयन की बेस्ट शिलाजीत होती है. और बहुत सारे सीक्रेट इंग्रेडिएंट्स होते हैं जो आपकी प्यार की लाइफ में एक नई ऊर्जा बोलो एक लेके आता है, एक पैशन इग्नेट करेगा अपने രൂപത്തിലാക്കിയാണ് നൽകുക. एक तो हमारे पास जो रेंज है पान की वो बच्चों के लिए भी है. वो कोई अगर डायबिटिक पेशेंट है तो उसके लिए शुगर फ्री पान है हमारे पास. अगर कोई सोशल मीडिया का जैसे आज ज़माना है तो सोशल मीडिया पान भी है हमारे पास. वो क्या है, कैसा है? सोशल मीडिया पान में हमारे पास स्मोक पान है, फायर पान है, पान डिटॉक्स टी है. क्योंकि वो सब जब आप जैसे एग्जांपल आपने फायर पान खाया, स्मोक पान खाया तो आप उसकी वीडियो बनाओगे. आप वीडियो बना के अपने स्टेटस पे डालोगे, सोशल സൈറ്റ്സ് पे डालोगे और वो वायरल होता है. 50 രൂപ മുതലുള്ള പാനുകളും ഇവിടെ ലഭ്യമാണ്. പുകയിലയോ പുകയില ഉൽപ്പന്നങ്ങളോ ചേർക്കാതെയാണ് ഇവിടുത്തെ പാൻ നിർമ്മാണം. 1964 നിലവിലെ ഉടമ നൌഷാദ് ഷെയ്ഖിന്റെ മുത്തശ്ശനാണ് പാൻകട ആരംഭിച്ചത്. അന്ധത ഒരു പരിമിതിയല്ലെന്ന് തെളിയിച്ച നിരവധി പേരുണ്ട്. മിക്കവരും പഠന തികവുകൊണ്ട് ഉന്നത നിലയിലെത്തിയവരാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിലൂടെയല്ലാതെ തന്റെ കാഴ്ച പരിമിതിയെ മറികടന്ന വാർത്തയിൽ ഇടം പിടിച്ച ഒരാളുണ്ട് തമിഴ്നാട്ടിൽ. മുരുകാണ്ടി എന്ന വൃദ്ധന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നറിയാം അടുത്തതായി. തമിഴ്നാട്ടിലെ രാമനാഥപുരം സ്വദേശിയാണ് മുരുകാണ്ടി. ജന്മന കാഴ്ചയില്ലാത്ത മുരുകാണ്ടിയുടെ ചെറുപ്പകാലം ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. കാഴ്ച പരിമിതിക്കപ്പുറം കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി വിദ്യാഭ്യാസത്തിന് തടസ്സമായപ്പോൾ കുടുംബത്തെ സഹായിക്കാൻ ജോലി തേടിയിറങ്ങി മുരുകാണ്ടി. എന്നാൽ ആരും തൊഴിൽ നൽകിയില്ല. കാഴ്ചയില്ല എന്നതായിരുന്നു ജോലിക്ക് വിഘാതമായി നിന്നത്. ഇതോടെ സ്വന്തമായി തൊഴിൽ കണ്ടെത്താനുള്ള പരിശ്രമത്തിലായി മുരുകാണ്ടി. അങ്ങനെയാണ് മരം കയറാൻ പഠിച്ചത്. മരം കയറ്റം വശമായതോടെ പനയിൽ കയറി പനയോല മുറിച്ചെടുത്ത് വിൽപ്പന തുടങ്ങി.
சின்ன வயசுலேயே பார்வை இல்லாமல் போச்சு. என்ன வேலை செய்யலாம் என்ன வைக்கலாம்னா யாருமே எங்கள் குடும்பத்துக்கு ஓலை வெட்டி கொடுக்க மாட்டாங்க. எல்லோரும் இருந்தாங்க, நமக்கு ஓலை வெட்டியே கொடுக்க மாட்டாங்க. இப்படியே ஒரு சரி ஏன் நமக்கும் பார்வை தானே இல்லாமல் போச்சு. கை காலெலாம் நல்லா தானே இருக்குது, நம்மளும் ஏறி பார்ப்போம். ஏதோ கருக்கு வெட்டினாலும் சரி என்ன பண்ணாலும் சரின்னு தான் நான் சின்ன വയസ്സിலேயே இந்த மாதிரி പനമരം ഏറാൻ ആരംഭിച്ചത്. 60 വയസ്സിലെത്തി നിൽക്കുമ്പോഴും പനയോല വെട്ടി വിറ്റ് കിട്ടുന്ന പണമാണ് മുരുകാണ്ടിയുടെ ഉപജീവന മാർഗം. മുരുകാണ്ടിയുടെ ഭാര്യ കലാവതിക്കും കാഴ്ചപരിമിതിയുണ്ട്. എങ്കിലും മുരുകാണ്ടി വെട്ടിയിടുന്ന പനയോല വിൽക്കാൻ കലാവതിയും ഒപ്പം കൂടും. ഇവർക്ക് 2 പെൺമക്കളാണ്. ഇരുവർക്കും മികച്ച വിദ്യാഭ്യാസമാണ് മുരുകാണ്ടി നൽകിയത്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒരു കൊട്ടാരമാണ് പൂനെയിലെ ആഗാഖാൻ കൊട്ടാരം. 1969 മാത്രം ഇന്ത്യക്ക് കൈമാറിയ ഈ കെട്ടിടം ഇന്ന് ചരിത്ര സ്മാരകങ്ങളിലൊന്നാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ തടവിലാക്കിയിരുന്നു. അന്ന് മഹാത്മജിയുടെ തടവറയായിരുന്നത് ആഗാഖാൻ കൊട്ടാരമായിരുന്നു. മഹാത്മജിക്കൊപ്പം ഭാര്യ കസ്തൂർബ ഗാന്ധിയും സഹായി മഹാദേവ് ദേശായും ഇവിടെ തടവിൽ കിടന്നു. ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിൽ കിടക്കവെയാണ് കസ്തൂർബ ഗാന്ധിയും മഹാദേവ് ദേശായും മരണപ്പെടുന്നത്. ഇരുവരുടെയും ശവകുടീരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഗാന്ധി നാഷണൽ മെമ്മോറിയൽ സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് ഒന്നാണ് സ്വസ്തിനി വ്രത കഥ. പേര് സൂചിപ്പിക്കും പോലെ തന്നെ വ്രതം അനുഷ്ഠിച്ച് കഥ പാരായണം ചെയ്യുന്നതാണ് ചടങ്ങ്. ഇതിനുമപ്പുറം മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ ആഘോഷത്തിന്. ഈശ്വരിയുടെ പൂജയാണ് സ്വസ്തിനി വ്രത കഥ. എന്നാൽ മാധവനാരായണ പൂജയായാണ് ഇത് അറിയപ്പെടുന്നത്. കാഠ്മണ്ഡുവിലെ സാരി നദി തീരത്തുള്ള ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ആചാരമാണിത്. നേപ്പാളിലെ വിശുദ്ധമാസമായ പൗഷമാസത്തിലെ ആദ്യ പൗർണമി മുതൽ അടുത്ത മാസമായ മാഘത്തിലെ വെളുത്തുവാവ് വരെ വ്രതമനുഷ്ഠിച്ച് ദേവിയുടെ പുരാണം വായിക്കുന്നതാണ് ആചാരം. സ്ത്രീകളാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഒരു മാസം വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകൾ പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് ചുവന്ന വസ്ത്രം ധരിച്ച് സാലി നദിയിൽ കുളിച്ചു കയറി ക്ഷേത്രത്തിലെത്തും. അവിടെ ക്ഷേത്രത്തിന് പുറത്ത് പൂജാരിമാർ കത്തിച്ച അഗ്നിക്ക് ചുറ്റുമിരുന്ന മാധവനാരായണനെ വണങ്ങി പ്രാർത്ഥിക്കും. ഇതിനുശേഷം പൂജാരിമാർ മാധവനാരായണന്റെ വിഗ്രഹം ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പ്രദക്ഷിണം നടത്തും. തുടർന്ന് വിശുദ്ധജലം ഉപയോഗിച്ച ശ്രീസ്ഥധാരയും നടത്തും. ഇതിനുശേഷം മാത്രമേ വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകൾക്ക് വീടുകളിലേക്ക് മടങ്ങാനാവുകയുള്ളൂ. കഥാപാരായണം നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും നദീതീരത്ത് പ്രത്യേക പൂജയും ഉണ്ടാകും. വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ആഹാരത്തിലും ചില ചിട്ടകൾ പുലർത്തണം. ഉപ്പും എരിവും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളും ഒഴിവാക്കിയുള്ള ആഹാരം വേണം കഴിക്കാൻ. സ്കന്ദപുരാണത്തിൽ നിന്നാണ് സ്വസ്തിനി കഥയുടെ ഉൽപ്പത്തി. ശിവന്റെയും പാർവതിയുടെയും നിരവധി